നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. ശിവക്കൊപ്പം കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച ശേഷം അവനൊരു ഫോൺ വന്ന് താഴേക്ക് പോയപ്പോഴാണ് ആൽഫിയെ തിരക്കി നീയ ഫ്ലാറ്റിലേക്ക് പോയത്. അവൾ അകത്തേക്ക് ചെന്ന് മുറിയിലേക്ക് കയറിയതും കണ്ടു അവിടെ ബെഡിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ. അവളൊരു ചിരിയോടെ കുഞ്ഞിനടുത്തേക്ക് നടന്നു. അവൾക്കരികിലായി ഇരുന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ നെറുകയിലൊന്ന് തലോടി. ഇപ്പൊ പാപ്പ മതി നിനക്ക് അല്ലടി കുറുമ്പി. വായിൽ തള്ളവരിട്ട് നുണഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്ന കുഞ്ഞിയുടെ കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് നീയ പറഞ്ഞു. കുഞ്ഞിനെ നോക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് ബാത്റൂമിൽ നിന്നും കുളിയും കഴിഞ്ഞ് ആൽഫി ഇറങ്ങി വന്നത്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും നീയെ വേഗം തിരിഞ്ഞു നോക്കി. പിറകെ നിൽക്കുന്ന ആൽഫിയെ കണ്ടതും നീയെ ചാടി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കുളി കഴിഞ്ഞിറങ്ങിയതിനാൽ അരയിൽ ചുറ്റിയൊരു ടർക്കി മാത്രമായിരുന്നു അവൻ്റെ വേഷം. നീയെ കണ്ട ആൽഫി ഒരു നിമിഷം സ്റ്റെക്കായി. അവനിപ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ കയ്യിൽ നിന്നും മാറാതിരുന്ന കുഞ്ഞിപ്പെണ്ണ് ഒരു വിധത്തിലൊന്ന് ഉറക്കിയപ്പോഴാണ് ഒന്ന് കുളിക്കാൻ കയറി. കുഞ്ഞ് മാത്രമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അത് പിന്നെ ഞാൻ ഈച്ചാനെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അവൻ്റെ മുഖത്തേക്കും താഴേക്കും എല്ലാം നോക്കിക്കൊണ്ട് നീയെ പതർച്ചയോടെ പറഞ്ഞു. പെണ്ണിൻ്റെ കണ്ണുകളിലെ വെപ്രാളം കാണി ആൽഫിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. തൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ പണ്ടേ ഉള്ളതാ പെണ്ണീ പിടപ്പ്. ഞാൻ വന്നോളാം, നീ പൊക്കോ. ചുണ്ടിൽ വിരിഞ്ഞ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പതിയെ തലയാട്ടിയവൾ അവനെ കടന്ന് മുൻപോട്ട് പോകാനായി തുടങ്ങിയതും ഒരു കള്ളച്ചിരിയോട് ആൽഫി അവൾക്ക് വഴി കൊടുക്കാനായി സൈഡ് ചെരിഞ്ഞു നിന്നു. അവനെ മുട്ടാതെ അവൾ മാറിപ്പോയി. എന്നെ ഒന്ന് മുട്ടിന്ന് വെച്ച് കടുവക്കൊല്ല അസുഖം ഉണ്ടാവൂ. ദേഹത്ത് മുട്ടാത്തൊരു മോനം വന്നിരിക്കുന്നു. ആ കട്ടിലിൽ കിടന്നിറങ്ങുന്ന സാധനം എങ്ങനെയാ വന്ന് നിങ്ങൾ മറന്നോ എന്തോ. അവനെ നിൽപ്പ് കണ്ട് ദേഷ്യം വന്ന പെണ്ണ് ചുണ്ടുകൂട്ടി പെറുപെറുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. പയ്യാണ് പറയുന്നതെങ്കിലും പെണ്ണിന്റെ ദേഷ്യത്തിലുള്ള സംസാരം ആൽഫി ഇടങ്ങണ്ടാൽ കാണുന്നുണ്ടായിരുന്നു. മോളെടുത്തില്ല. ആൽഫിയുടെ മുറിക്ക് പുറത്തേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണ് എടുത്തില്ലെന്ന് നീ ഓർത്തത്. തലക്കൊന്ന് കൂട്ടി അവൾ പിറകോട്ട് തിരിഞ്ഞതും കണ്ട കാഴ്ചയിൽ അവളൊന്ന് ഞെട്ടി. ഇച്ചായ, നീ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. ഫ്ളാറ്റിന്റെ താഴെയുള്ള ചിൽഡ്രൻസ് പാർക്കിലെ സ്റ്റേൺ ബെഞ്ചിൽ ഇരിക്കുകയാണ് ശിവ. കയ്യിൽ നിന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് അവനൊന്നും കൂടെ നോക്കി. അനുവാണ് വിളിക്കുന്നത്. ഇന്നലെ മുതൽ നോൺ സ്റ്റോപ്പായിട്ട് അവൾ ഫോൺ വന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അറ്റൻഡ് ചെയ്തില്ല. അറിയാത്തോണ്ടല്ല, അവളോട് പറയാൻ നല്ല വാർത്തയില്ലായിരുന്നു. രാവിലെ വരെ ആൽഫി വന്ന് കഴിഞ്ഞ് അവനും നീയും ഒന്നായത് കണ്ടപ്പോഴാണ് ഉള്ളിലെ തീക്കൊരു ആശ്വാസം വന്നത്. പിന്നെ ഈ നേരം വരെ അവനോട് പിരുന്നപ്പോൾ മറന്നു പോയിരുന്നവളുടെ കാര്യം. അവനൊന്ന് ദീർഘശ്വാസം വിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. അനു, ശിവേട്ടാ. അവൻ്റെ ഒച്ച കേട്ടതും അവന് ശബ്ദം വിട്ട് വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട ശിവ കണ്ണുകൾ ഇറുകടച്ച് തുറന്നു. പെണ്ണിപ്പോൾ അനുഭവിക്കുന്ന വേദന അവൻ ആ വിളിയിൽ നിന്ന് അനുഭവിച്ചതിന് പറ്റുന്നുണ്ടായിരുന്നു. വിളിച്ച് ബുദ്ധിമുട്ടിക്കാണെന്ന് അറിയാം. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ച്. ശിവേട്ടനെ അങ്ങോട്ട് പോയിട്ട് എന്തായെന്നോ എന്ത് സംഭവിച്ചെന്ന് അറിയാത്തോണ്ട് വല്ലാത്ത വീർപ്പുമുട്ടൽ, ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുക. അതാ ഞാൻ വിളിച്ച്. ഇടറുന്ന ശബ്ദത്തിലാണ് പറഞ്ഞത് കേട്ടതും ശിവയുടെ ഉള്ളൊന്ന് പൊള്ളി. കുറ്റബോധം തോന്നിപ്പോയവന് അവളെ ഒന്ന് തിരിച്ചു വിളിക്കാതിരുന്നതിൽ. അവളും അവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണല്ലോ എന്നത് അവൻ മറന്നു. അനു, ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിക്കാതിരുന്നതല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കുന്ന തിരക്കിലായിരുന്നു. സോറി. എന്നോട് ശിവേട്ട സോറി പറയല്ലേ. മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിച്ച്. എനിക്കറിയാം നീയുടെയും ചേട്ടായുടെയും പ്രശ്നം എന്തുവാണെങ്കിലും ശിവേട്ട തീർക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് പറയൂ അവരുടെ കാര്യം. അപേക്ഷ പോലുള്ള അവളുടെ വാക്കുകളെ നിരസിക്കാൻ അവന് തോന്നിയില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അനു. ഒന്ന് മാത്രം പറയാം, നിന്റെ ചേട്ടായി ഒന്ന് തിരിച്ചു വരും. അപ്പോൾ അവനോടൊപ്പം നീയേ ഉണ്ടാവും ഒരുമിച്ച്. ഉറപ്പുള്ളവൻ്റെ വാക്കുകൾ കേട്ടതും മനുവിൻ്റെ ഉള്ളൊന്ന് നിറഞ്ഞു. നാളുകളായി കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം. മതി, എനിക്ക് അത്രേ കേട്ടാ മതി ശിവേട്ട. സന്തോഷത്തോടെ കണ്ണു നിറച്ചവൾ പറഞ്ഞതും ശിവയും ചിരിക്കുകയായിരുന്നു. ശിവയോട് സംസാരിച്ച് ഫോൺ വെച്ചതും മനവൾക്ക് മുന്നിലുള്ള തിരുരൂപത്തിൽ നോക്കി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. ആളിലെ ഈശോയുടെ വലിയ രൂപത്തിന് മുമ്പിലായിരുന്നവൾ. പെട്ടെന്ന് പുറത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് കുരിശു വരച്ചവൾ എഴുന്നേറ്റു. മുൻവാതിൽ തുറക്കാതെ പതിയെ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അപ്പോൾ കണ്ടു ആടുന്ന കാലുകളുമായി കാറിൽ നിറങ്ങുന്ന ക്രിസ്റ്റീനെ. എൻ്റെ ചേട്ടായും നീയും ഒന്നിച്ച് ഈ വീട്ടിൽ സമാധാനത്തോടെ കഴിയണമെങ്കിൽ എനിക്കിവിടെ കുറച്ചുകൂടി ശുദ്ധികലശം നടത്താനുണ്ട്. അത്ര നേരം വിഷമം കൊണ്ട് നിറഞ്ഞിരുന്ന മുഖം ദേഷ്യത്തിൽ ചുവപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റീനെ നോക്കിയാണ് പറഞ്ഞു. ഇച്ചായ. പിറകിൽ നിന്ന് നീയുടെ വിളി കേട്ട് ആൽഫി തിരിഞ്ഞു നോക്കിയതും നീ ഒറ്റോടത്തിന് അവനടുത്തേക്ക് എത്തിയിരുന്നു.
ഇച്ചായ എന്നതാ പറ്റിയേ? പുറത്തെന്നെ ഈ മുറിവ്? നീ അവനെ പിടിച്ച് അവന്റെ പുറത്തെല്ലാം നോക്കി വലിയ വായിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുതുകിലെ മുറിവിന്റെ കാര്യം ആൽഫിയും ഓർത്ത് തന്നെ. അവൻ അമളി പറ്റിയതുപോലെ ഒന്ന് നാക്ക് കടിച്ചു. എന്റെ ഈശോയെ, ഇതെന്തോ കൊണ്ട് മുറിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെയാ ചായ ഉണ്ടായേ? എന്നതാ പറ്റിയേ? എന്തോ കൊണ്ട് വലിഞ്ഞു കയറിയ പോലുള്ള അവന്റെ പുറത്തെ ചുവന്ന മുറിവിൽ നോക്കി കരഞ്ഞുകൊണ്ട് നീയ ചോദിച്ചു. എടി അത് പിന്നെ. അവളുടെ എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം ആൽഫി കുഴഞ്ഞു പോയി. സത്യം പറയാന്ന് വെച്ചാ എല്ലാം പറയേണ്ടി വരും, അത് വേണ്ട അവൻ ചിന്തിച്ചു. പെട്ടെന്ന് നീയയുടെ കരച്ചിന്റെ ഒച്ച കിടന്ന് മുറങ്ങിക്കിടന്ന കുഞ്ഞിപ്പെണ്ണ് ഉറക്കം മുറിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി. കണ്ണുകൾ തുറക്കാതെ തന്നെ കുഞ്ഞ് കൈപൊക്കി കരയാൻ തുടങ്ങിയതും ആൽഫി അവൾ അരയിലൂടെ കൈ ചുറ്റി വലിച്ച് തന്നിലേക്ക് അണച്ചു പിടിച്ചു. മറുകൈ കൊണ്ട് അവളുടെ വാപൊത്തി. പെട്ടെന്നുള്ള ആൽഫിയുടെ പ്രവൃത്തിയിൽ തരിച്ചു നിന്നുപോയി നീയ. അവൻ അങ്ങനെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അറിയാതെ അവളുടെ ഇരു കൈകളും അവന് നെഞ്ചിലായി സ്ഥാനം പിടിച്ചിരുന്നു. അവളുടെ അത്രയും ചേർന്ന് നിന്നത് നീയയുടെ കണ്ണുകൾ പിടഞ്ഞ് നെഞ്ചിരിപ്പ് കൂടി. ശരീരമാകെ വല്ലാത്തൊരു വിറയില്. മിണ്ടല്ല പെണ്ണെ. അവളുടെ ചുണ്ടിനു മേലെ കൈവച്ച് നന്നേ പറഞ്ഞ ഹസ്കി ശബ്ദത്തിൽ അവൻ പറഞ്ഞതും നീ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു. അവളുടെ കുഞ്ഞു കണ്ണുകൾ മിഴിച്ചു. അവൾ അവനെ നോക്കിയതും അവൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ബെഡിലേക്ക് നോക്കാൻ കാണിച്ചു. നീയുടെ മിഴികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പൊ കണ്ടു കണ്ണുകൾ ഇറുകി അടച്ച് പിടിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന് കൈയും കാലൊക്കെ പയ്യെ പൊക്കുന്ന കുഞ്ഞു പെണ്ണിനെ. പാതി ഉറക്കത്തിലാണ് കുറുമ്പി. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ ഒച്ച വെക്കലടി. നിന്റെ കരച്ചിൽ കേട്ടേ നമ്മുടെ മോളെ എഴുന്നേൽക്കും. കണ്ണു പിടിച്ച് നിൽക്കുന്നവളെ നോക്കി വീണ്ടും പതിയെ പറഞ്ഞു. ആ നിമിഷം ആൽഫിയുടെ നീലമിഴികൾ നീയുടെ കണ്ണുകളിൽ ഒടുക്കി. തമ്മിൽ പറിച്ചു മാറ്റാത്തതുപോലെ ആ മിഴികൾ രണ്ടും പരസ്പരം നോക്കി നിന്നു. നീയുടെ ശ്വാസഗതി കൂടി. അവളുടെ ഇടുപ്പിൽ പിടിച്ചിരുന്ന അവന്റെ ഇടങ്കൈയുടെ തണുപ്പ് അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൈ മാറ്റുവാ, ഒച്ച വെക്കരുത്. മോളുണത്തില്ലല്ലോ. അവളിലേക്ക് കുറച്ചുകൂടി തന്റെ മുഖം അടുപ്പിച്ച് അവൻ പതിയെ ചോദിച്ചതും നീയുടെ കണ്ണുകൾ അവനിൽ നിന്ന് മാറാതെ തന്നെ അവൾ തലബലെങ്ങനെയാട്ടി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വെച്ച് തന്റെ കൈ പതിയെ മാറ്റിയെടുത്തു. മുകളിലത്തെയും താഴത്തെയും ഇതളുകളെ തൊട്ട് അവന്റെ വില്ലുകൾ താഴേക്ക് നീങ്ങി. അപ്പോൾ അവന്റെ നെഞ്ചിൽ നിന്നും അവളും തന്റെ പിറക്കുന്ന കൈകൾ താഴേക്ക് തൊട്ടു വലിച്ചു. ആ നീല കണ്ണുകളുടെ നോട്ടം തന്നിലാണെന്നറിയാം. പക്ഷെ മുഖമുയർത്തി നോക്കാൻ പോലും ആകാത്ത തരത്തിലൊരു പിടച്ചില്. അരയിൽ മുറുകിയിരിക്കുന്ന അവന്റെ കൈ കൂടെ എടുത്തതും താഴെ വെട്ടി നോക്കുക പോലും ചെയ്യാതെ നീ ഒരടി പിറകിലേക്ക് വെച്ചു. പുറത്ത് ഒരു ചെറിയ കമ്പി കൊണ്ടുറഞ്ഞതാ, വേറൊന്നുമില്ല. അവൻ പയ്യെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ കാര്യം നീയെ വേണ്ടി ഓർത്തി. കമ്പി കൊണ്ട് മുറിഞ്ഞെന്നോ? എങ്ങനെ? ഒത്തിരി മുറിഞ്ഞിരുന്നോ? നല്ല പാടാണല്ലേ ചായ. ഹോസ്പിറ്റലിൽ പോകണോ? ഒരു ഇഞ്ചക്ഷൻ എടുത്താലോ? നീയെ കണ്ണു നിറച്ചുകൊണ്ട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി. എൻ്റെ കൊച്ചേ, നിന്റെ ഇച്ചാനൊരു കുഴപ്പമില്ലടി. ഒരു ചെറിയ പോറല്ലേ, നന്നായി നീ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചാ അതങ്ങ് മാറിക്കോളും. നീ വെറുതെ ഇങ്ങനെ പേടിക്കാനും മാത്രമൊന്നുമില്ലടി. വെപ്രാളപ്പെടുന്നവരുടെ ഇരു തോണിലും പിടിച്ച് ചിരിയോടെ പറഞ്ഞു അവൻ. മരുന്ന്? ശരിയാ, മരുന്ന് വെക്കണം. ഈ ചായ ബെഡിലേക്ക് ഇരിക്കുമോ? ഞാനിപ്പോ മരുന്നെടുത്തിട്ട് വരാം. ആൽഫി തിരിച്ചെന്തെങ്കിലും പറയും മുന്നേ നീയെ വേഗം മുറിക്ക് പുറത്തേക്ക് ഓടി. കിച്ചണിൽ ചെന്ന് മുകളിലത്തെ കബോർഡ് തുറന്ന് ഒരു എമർജൻസി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് ഓടി ആൽഫിക്ക് അടുത്തേക്ക് വന്നു. ഇതൊന്നും വേണ്ട കൊച്ചേ, അതിന് മാത്രം ഇല്ലടി പെണ്ണെ. അതിച്ചാനല്ല തീരുമാനിക്കുന്നേ, അങ്ങോട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? നീയത്തിരി ദേഷ്യത്തിൽ പറഞ്ഞത് മനസ്സിലുള്ള കുട്ടിയെ പോലെ ഒന്ന് ചിരിച്ചുകൊണ്ട് ആൽഫി കട്ടിലിന്റെ സൈഡിലേക്ക് ഇരുന്നു. അവൾ അവന് പിറകിലായിരുന്നു. കുറച്ച് കോട്ടനെടുത്ത് അവന്റെ മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആഴത്തിലല്ല മുറിവ്, തൊട്ടു പോയതേ ഉള്ളൂ. കർത്താവ് കാത്തു. അല്ലേലും എടുത്തിടെ കുറച്ച് കൂടുതലായി ചായന്. ഇങ്ങനെ ഓരോന്ന് ചെയ്യും മുന്നേ കുഞ്ഞിനെങ്കിലും നോർത്തൂടെ? എന്നെയും. ആദ്യം കുറച്ച് ഉറക്കെ പറഞ്ഞെങ്കിലും അവസാനത്തെ വാക്ക് അവൾ ഇതിരി പതിയെ പറഞ്ഞു. എങ്കിലും ആൽഫി അത് കേട്ടിരുന്നു. ആൽഫി ഒന്ന് ചിരിച്ചു. കൂടുതലൊന്നും ഇല്ലടി, ചെറുതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, ഇനി എന്നേലും പറ്റിയാൽ തന്നെ എന്നാ തട്ടിപ്പോകുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. അവൻ കുറുമ്പോടെ പറഞ്ഞത് ദേഷ്യം വന്ന നീയെ കൈ കൊണ്ട് അവന്റെ പുറത്തൊരു കുത്തു വെച്ച് കൊടുത്തു. ആ ഡീ പെണ്ണെ, പയ്യെ നോവുന്നടി. വേദനയെടുത്തവൻ നിലവിളിച്ച് പറഞ്ഞു. ഒന്നെങ്കിലും കണക്കായിപ്പോയി, സഹിച്ചോ. ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് നീയെ പതിയവന്റെ മുറിവിലൊന്ന് തലോടി. അവിടെ ഒന്ന് ഊതി. സങ്കടം മാറിയവളുടെ മുഖത്ത് പരിഭവം വീർത്തതൊക്കെ അവൻ ഒളിക്കണ്ണാലെ കണ്ടാസ്വദിച്ചു. മുറിവ് കാണുന്നോറും നീയൊക്കെ വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. മുറിവിൽ മരുന്ന് വെക്കുമ്പോൾ അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയാൻ തുടങ്ങി. പെണ്ണിന്റെ മുഖത്ത് മിന്നി മാറുന്ന ഭാവങ്ങളും അവളുടെ കണ്ണിലെ വേദനയും എല്ലാം അവനിരിക്കുന്നതിന് അഭിമുഖമായുള്ള മിററിൽ അവൻ കാണുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ആ കണ്ണാടിയുടെ സഹായമില്ലാതെ തന്നെ ആൽഫിക്ക് അറിയാം തൻ്റെ ജീവൻ തൻ്റെ പെണ്ണിലാണെന്ന്.
അത്ഭുതം തോന്നിയവന് ഇത്രയും വേദന നൽകിയിട്ടും എങ്ങനെയാ അവൾക്ക് തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന്. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ആൽഫിയുടെ നീലമിഴികളിൽ നീർത്തിളക്കം രൂപപ്പെട്ടു. ചെറുതായെന്ന് വെച്ച് കെട്ടി ഞാൻ. ഇനി കുറച്ചു നേരം ഷാർട്ട് ഉണ്ട് ചായ, ഇരുന്ന് ഉണങ്ങട്ടെ, ഞാൻ കായിക ചേച്ചി വരാവേ, എന്നിട്ട് കഴിക്കാനെടുക്കാം. ആൽഫിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കഴിഞ്ഞതും അവൾ മെഡിസിൻ ബോക്സും കയ്യിലെടുത്ത് എഴുന്നേറ്റു. അവൻ അവളെ വിളിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾ അവനെ തന്നെ നോക്കി എന്താന്ന് പിരികമുയർത്തി ചോദിച്ചു. ആ സമയം ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ മൂർധാവിൽ ചുണ്ടു ചേർത്തു ആൽഫി. നിയയുടെ മിഴികളാണ് ഉള്ളിലൊരു കുളിർ പോലെ. തികട്ടി നിന്ന വേദനയ്ക്ക് ഒരു ശമനം വന്ന പോലെ അവൾക്ക് തോന്നി. ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ്റെ ചുണ്ടുകൾ അകന്നു. വിശക്കുന്നുണ്ടാവില്ലേ? ഞാൻ കഴിക്കാനെടുത്തിട്ട് വരാം. അവനെ ഒന്ന് നോക്കി പറഞ്ഞൊപ്പിച്ച് അവൾ തിരിഞ്ഞു നടന്നു. കൊച്ചേ, അവൻ വീണ്ടും വിളിച്ചതും നിന്നേട്ടിൽ നിന്നും തിരിഞ്ഞു നോക്കി നീയ. എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് ഭക്ഷണം കഴിക്കാനല്ല കേട്ടോ പെണ്ണെ. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയൊരു ആൽഫി പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും നീയുടെ കവളും മുഖമെല്ലാം ചുവന്നു പോയി. നാണം കൊണ്ട് പൂത്തുലഞ്ഞ മുഖവുമായി തിരിഞ്ഞു നോക്കാൻ വയ്യാതെ അവൾ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പെണ്ണിന്റെ ഓട്ടം കണ്ട ആൽഫി ഒരു പൊട്ടിച്ചിരിയോടെ കട്ടിലേക്ക് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് കയറി കമിഴ്ന്ന് കിടന്നു.